അറബ് ഹെൽത്തിന്റെ 49ാമത് എഡിഷനാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചത്. ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ നിന്നുമുള്ള മെഡിക്കൽ സേവനദാതാക്കൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 40 ഇന്റർനാഷണൽ പവലിയനുകളിലായി 3400 സ്ഥാപനങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും സേവന രീതിയും സന്ദർശകരെ പരിചയപ്പെടുത്തുന്നു. UAE ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയും ദുബായ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മേള ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്യാനും ജീവിക്കാനും പറ്റിയ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി ദുബായിയെ മാറ്റുന്നതിൽ ആരോഗ്യ സേവനത്തിന് വലിയ പങ്കുണ്ടെന്ന് ഷെയ്ഖ് മക്തൂം പറഞ്ഞു. UAE ആരോഗ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മെഡിക്കൽ ഉപകരണങ്ങൾ, രോഗനിർണയം, ആരോഗ്യ സേവനം തുടങ്ങി 9 മേഖലകളാക്കി തിരിച്ചാണ് ഇത്തവണ പ്രദർശന മേള. We do have a huge selection of products. We are focused more than 100 years old company with a big R&D department in Germany. We produce our items also ourselves in our own factories and bring it to the world, and everybody likes it, hopefully. Wellness, of course, is important. That is our USP, So Wellbeing is doing excellent job in UAE, okay, because we have a monopoly on this. Yeah, so we're doing excellent, good job. ആരോഗ്യരംഗത്തെ വിദഗ്ധർ പങ്കെടുക്കുന്ന കോൺഫറൻസുകൾ, പുതിയ ഉൽപ്പന്നങ്ങളുടെ അവതരണം തുടങ്ങി വിവിധ പരിപാടികളും മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് മേള സമാപിക്കുക. മരണമുഖത്തു നിന്നും മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പുതിയ സാങ്കേതിക വിദ്യ, ഇതോടൊപ്പം തന്നെ ജീവിതശൈലിയിലൂടെ എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാം, നവീനമായ ചിന്തകളും സാങ്കേതിക വിദ്യകളുമാണ് ദുബായിൽ നടക്കുന്ന അറബ് ഹെൽത്ത് പങ്കുവയ്ക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.